എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 93, 94 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും കവി ഉപജാതി വൃത്തം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ യാദവന്മാരും അതുപോലെ മഗധ ദേശത്തിലെ ഭടന്മാരും തമ്മിലുള്ളതായ യുദ്ധം തന്നെയാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം 93ാമത്തെ ശ്ലോകം നോക്കാം. ഉത്സന്നവാഹാനവതീര്യവാഹാത് വിശീർണശസ്ത്രാനപഹായ ശസ്ത്രം പരാൻ വിജിത്യാപി മനസ്വി ലോകോ ലജ്ജാം ദധൗ പ്രേക്ഷകസാധുവാദാത്. ആദ്യം പദച്ഛേദം പറയാം. ഉത്സന്നവാഹാൻ അവതീര്യ വാഹാത് വിശീർണശസ്ത്രാൻ അപഹായ ശസ്ത്രം പരാൻ വിജിത്യ അപി മനസ്വിലോക ലജ്ജാം ദധൗ പ്രേക്ഷകസാധുവാദാത്. മനസ്വിലോകം എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള മനസ്സുള്ളവരെയാണ് മനസ്വി എന്ന് പറയുക. പ്രശസ്തം നിർമ്മലം ഈർഷ്യാതിരഹിതം യേഷാം തേ മനസ്വിന അല്ലെങ്കിൽ മനസ്വിലോക, അങ്ങനെയുള്ള ആൾക്കാരാണ് മനസ്വികൾ. ആ മനസ്വി ലോകം, മനസ്വി ജനങ്ങൾ, അതായത് യുദ്ധത്തിലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭടന്മാർ വാഹാത് അവതീര്യ, വാഹങ്ങളിൽ നിന്ന്, വാഹങ്ങൾ എന്നുള്ളത് കൊണ്ട് സാധാരണയായിട്ട് കുതിരകളെയാണ് പറയുക. ഇവിടെ യുദ്ധസമയത്ത് വാഹങ്ങൾ എന്നുള്ളത് കൊണ്ട് കുതിരകൾ മാത്രമല്ല, കുതിരകളോ രഥങ്ങളോ അല്ലെങ്കിൽ ആനകളോ ഒക്കെ ആവാം. ഇവയുടെ പുറത്ത് നിന്നൊക്കെ ഇറങ്ങിയിട്ട് വാഹാത് അവതീര്യ. അപ്പോൾ യാദവന്മാരായിട്ടുള്ള രാജാക്കന്മാരെ, ഭടന്മാർ ഈ കുതിരകളിൽ നിന്നും ആനകളിൽ നിന്നും അല്ലെങ്കിൽ രഥത്തിൽ നിന്നുമൊക്കെ ഇറങ്ങിയിട്ട് അവതീര്യ, എന്നിട്ടോ മറുപക്ഷത്തിൻ്റെ മൃഗങ്ങളെ, അതായത് കുതിരയും ആനയൊക്കെ കാണുകയാണ്. അതാണ് ഉത്സന്നവാഹാൻ. ഉത്സന്നമായ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട, ഭഗ്ന പ്രാണരായ, മരിച്ചു പോവാറായ അല്ലെങ്കിൽ ചത്തുവീണവരായിട്ടുള്ള വാഹങ്ങളെ കണ്ടിട്ട്, ശത്രുപക്ഷത്തിൻ്റെ വാഹങ്ങൾ, കുതിരകൾ അല്ലെങ്കിൽ ആനകളെയൊക്കെ കൊന്നൊടുക്കി എന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ ശ്ലോകത്തിൽ ആനകളെ കൊന്നിട്ട് ആനകളുടെ ശരീരത്തിൽ നിന്നും ഒഴുകി വരുന്നതായ രക്തത്തിൻ്റെ വർണ്ണനയൊക്കെ നടത്തിയിരുന്നു കവി. ഇത് അതുപോലെ തന്നെ ഇത്രയും വിസ്തരിച്ചല്ല പറയണത്, പക്ഷേ മറുപക്ഷത്തിൻ്റെ, ശത്രുപക്ഷത്തിൻ്റെ മൃഗങ്ങളൊക്കെ, വഹിച്ചുകൊണ്ട് നടക്കുന്ന ആന, കുതിര പോലെയുള്ള മൃഗങ്ങളൊക്കെ മരിച്ചു പോയതായി കണ്ടിട്ട് ഉത്സന്നവാഹാൻ ശസ്ത്രം അപഹായ വിശീർണ ശസ്ത്രാൻ പരാൻ വിജിത്യ. അപ്പോൾ മൃഗങ്ങളൊക്കെ ചത്തുപോയി, അതുകൊണ്ട് ശത്രുപക്ഷക്കാരെ കൊണ്ട് നടക്കാൻ വേറെ ആരുമില്ല. അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും വീണു പോയിട്ടുണ്ട് ഈ യാദവന്മാരുടെ ആക്രമണം കാരണം. അപ്പോൾ അങ്ങനെ കയ്യിൽ ആയുധങ്ങളും ഇല്ല, അതുപോലെ തന്നെ ആനയില്ല, കുതിരയില്ല, രഥമില്ല. അങ്ങനെയൊക്കെ നടക്കുന്ന സാധാരണക്കാരായിട്ട് മണ്ണിൽ കൂടെ നടക്കുന്നവരായിട്ടുള്ള ഭടന്മാരെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ പണിയൊന്നും ആയിരുന്നില്ല. എന്നിട്ട് അവരെയൊക്കെ തോൽപ്പിച്ചിട്ട്, മഗധയിലെ ഭടന്മാരെ മുഴുവനും തോൽപ്പിച്ചിട്ട് ശസ്ത്രം അപഹായ വിശീർണ ശസ്ത്രാൻ പരാൻ വിജിത്യ, അവരുടെ കയ്യിലുള്ള വലിയ വലിയ ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ പൊട്ടിത്തകർന്നു പോയ ആയുധങ്ങളോട് കൂടിയ, അമ്പാണെങ്കിൽ അത് പൊട്ടിത്തകർന്നുണ്ടാവും, വില്ലാണെങ്കിലും അതെ, വാളാണെങ്കിലും അതെ, ഗദയാണെങ്കിലും അതെ, പരിചയാണെങ്കിലും അതെ, കുന്തമാണെങ്കിലും ഒക്കെ പൊട്ടിത്തകർന്നു പോയിരിക്കുകയാണ് ശത്രുപക്ഷത്തിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ട് നിൽക്കുന്നവരായിട്ടുള്ള ശത്രുപക്ഷക്കാരെ വിശീർണ ശസ്ത്രാൻ, പൊടിഞ്ഞു പോയതായ, ഇല്ലാതെയായി പോയതായ ആയുധങ്ങളോടുകൂടിയ പരാൻ, പരന്മാർ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ, ശത്രു സൈന്യക്കാരെ, ഭടന്മാർ, അവരെ എല്ലാവരെയും തന്നെ വിജിത്യ, തോൽപ്പിച്ചിട്ട്. അപ്പോൾ അവരുടെ ആയുധങ്ങളില്ല, അവർക്ക് വാഹനങ്ങളില്ല, അതുപോലെ മൃഗങ്ങളില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ വേഗം തന്നെ തോൽപ്പിക്കാനും പറ്റി. അങ്ങനെ തോൽപ്പിച്ചിട്ട് പരാൻ വിജിത്യ അഭി, അങ്ങനെ തോൽപ്പിച്ചു എങ്കിൽ പോലും, അഭി എന്നുള്ളതിന് അങ്ങനെയാണെങ്കിൽ കൂടി എന്നർത്ഥം. അങ്ങനെയൊക്കെയാണ് എങ്കിൽ കൂടി പ്രേക്ഷക സാധുവാദാത് ലജ്ജാം ദധൗ, പ്രേക്ഷകരൊക്കെ കൊള്ളാം കൊള്ളാം നന്നായി, അതാണ് സാധുവാദം എന്ന് പറഞ്ഞാൽ. സംസ്കൃതത്തിൽ സാധുവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, വളരെ ഗംഭീരമായിട്ടുണ്ട്, നന്നായി ചെയ്തു എന്നൊക്കെ പറയുന്നതിനെയാണ് സാധുവാദം എന്ന് പറയുന്നത്. അപ്പോൾ ശത്രുപക്ഷക്കാരെ തോൽപ്പിച്ചത് കണ്ടിട്ട് അവരവരുടെ പക്ഷക്കാർ നന്നായി നന്നായി എന്ന് പറയുമ്പോൾ അതാണ് പ്രേക്ഷക സാധുവാദാത്. അവരവരുടെ പക്ഷക്കാരും അവരവരുടെ രാജ്യക്കാരുമൊക്കെ വളരെ നന്നായി നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്ന് അഭിനന്ദിക്കുമ്പോൾ ലജ്ജാം ദധൗ,
അവർ സ്വാഭാവികമായിട്ട് എന്തിനെയാണ് പ്രാപിച്ചിരുന്നത്? അഹങ്കാരത്തെ എല്ലാം മറിച്ച് ലജ്ജയെ. സാധാരണഗതിയിൽ ഗംഭീരായി ചെയ്തതെന്ന് പറയുമ്പോൾ പൊതുവെ എന്താ ഉണ്ടാവാറുള്ളത്? അഹങ്കാരമാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ യാദവന്മാർക്ക് ലജ്ജയാണ് വന്നത്. അത് ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള, ഒട്ടും പൊങ്ങച്ചം പറയാത്ത, അഹങ്കരിക്കാത്ത ഭടന്മാരുടെ സ്വഭാവമാണ് അത്ര. അവർ ചെയ്ത പ്രവൃത്തിയെ അഭിനന്ദിക്കുമ്പോൾ അവർക്ക് ലജ്ജ വരിക എന്നുള്ളത്. അത് കേൾക്കാൻ വയ്യ, മതിയാക്കൂ എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ വളരെ വിനയാന്വിതരായിട്ടുള്ള ഭടന്മാരാണ്. അതുകൊണ്ടാണ് അവരെ മനസ്സികൾ എന്നും പറഞ്ഞത്. അവർക്ക് കൊടുക്കുന്ന പ്രശംസകളൊന്നും ഏറ്റുവാങ്ങാൻ അവർക്ക് ശക്തിയില്ല. അതല്ല, അവർക്ക് അവരെ അഭിനന്ദിക്കുക ഒന്നോ രണ്ടോ വാക്കുകൊണ്ടൊക്കെ പറയുക എന്നല്ലാതെ കൂടുതലായിട്ടൊന്നും പറഞ്ഞത് കേൾക്കാനുള്ള ഒരു ശക്തിയില്ല. മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ല ശക്തിയുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സാധുവാദങ്ങൾക്ക് ചെവി കൊടുക്കാൻ അവർക്ക് ശക്തിയില്ലാത്തത് കൊണ്ട് അവരെല്ലാവരും ഇങ്ങനെ ചൂളി നിന്നു എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിൽ. ഇത് കേൾക്കാൻ ശക്തിയില്ലാത്തവരായിട്ട്, അങ്ങനെ പ്രേക്ഷകന്മാരുടെ സാധുവാദങ്ങൾ കേൾക്കാൻ ശക്തിയില്ലാത്തവരായിട്ട് നിലകൊണ്ടു യാദവ സൈന്യം എന്നാണ് ഇവിടെ പറയണത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 94-ാമത്തെ ശ്ലോകം നോക്കൂ. പ്രകാമഭിന്നേപി പരപ്രയുക്തൈർവക്ഷസ്ഥലേ തോമരശക്തിബാണൈ ന ചക്ഷമേ ധൈര്യഹൃദാവകാശ ഭീതിർഭടാനാം ഹൃദയം പ്രവേഷ്ടും. ആദ്യം പദച്ഛേദം പറയാം. പ്രകാമഭിന്നേ അപി പരപ്രയുക്തൈ വക്ഷസ്ഥലേ തോമരശക്തിബാണൈ ന ചക്ഷമേ ധൈര്യഹൃദാവകാശ ഭീതി ഭടാനാം ഹൃദയം പ്രവേഷ്ടും. കഴിഞ്ഞ ശ്ലോകത്തിൽ മഗധയിലെ രാജാക്കന്മാരെയൊക്കെ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സൈന്യം തോൽപ്പിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇവരുടെ സൈന്യത്തിലും ചെറിയ ചില മുറിവുകളും ആൾക്കാർക്ക് മരണമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. പരപ്രയുക്തൈഹി, പരന്മാരാൽ, ശത്രുക്കളാൽ, പ്രയുക്തൈഹി പ്രയോഗിക്കപ്പെട്ടതായ, ശത്രുക്കൾ അവരുടെ നേർക്ക് എറിഞ്ഞതായ, പ്രയോഗിച്ചതായ, തോമര ശക്തി ബാണൈഹി, 3 തരം ആയുധങ്ങളാണ്. തോമരം, ശക്തി, ബാണം എന്നിങ്ങനെ. ഇതൊക്കെ പലതരത്തിലുള്ള ആയുധങ്ങളുടെ പേരുകളാണ്. ശക്തി എന്ന് പറഞ്ഞാൽ വേലാണ്, കുന്തം. ബാണം അസ്ത്രമാണ്. തോമരം എന്നുള്ളതിന് മഴു എന്നോ അങ്ങനെയൊക്കെയുള്ള മൂർച്ചയുള്ള ആയുധങ്ങളാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ശത്രുപക്ഷക്കാർ യാദവരുടെ നേർക്കും എടുക്കുകയുണ്ടായി. അങ്ങനെ എടുത്തപ്പോൾ ഈ ആയുധങ്ങളെ കൊണ്ട് തോമരശക്തി ബാണൈഹി പ്രകാമഭിന്നേ അപി, ആ മൂർച്ചയുള്ള ആയുധങ്ങളെ കൊണ്ട് ഈ പറഞ്ഞതായിട്ടുള്ള ആയുധങ്ങളിൽ ഏതൊന്ന് ശരീരത്തിൽ കൊണ്ടാലും മുറിവേൽക്കും. ഈ യാദവ സൈന്യങ്ങളുടെ മാറിലാണ് ഇത്തരം ആയുധങ്ങളൊക്കെ ചെന്ന് കൊണ്ടത്. എന്നിട്ടും അതാണ് പറയണത്, പ്രകാമഭിന്നേ അപി, പ്രകാമം നല്ലവണ്ണം മുറിഞ്ഞുപോയി അവരുടെ ശരീരം എന്നാണെങ്കിൽ പോലും, ഇത്തരത്തിലുള്ള മൂർച്ചയുള്ള ആയുധങ്ങളെ കൊണ്ട് അവരുടെ ശരീരം, പ്രത്യേകിച്ച് നെഞ്ച്, മാറിടമൊക്കെ മുറിഞ്ഞുപോയി എങ്കിൽ പോലും എന്തുണ്ടായില്ല? പ്രകാമഭിന്നേ അപി വക്ഷസ്ഥലേ, വക്ഷസ്ഥലം മാറിടം മുറിഞ്ഞുപോയി. അപ്പോൾ പോർച്ചട്ട ഉണ്ടായിരുന്നു, അതിൻ്റെ താഴെയാണ് മാറിടം വരുന്നതെങ്കിലും അതൊക്കെ മുറിഞ്ഞുപോയി. ഹൃദയത്തിൽ അകത്തേക്കല്ല പുറം ഭാഗത്തൊക്കെ മുറിവേൽക്കുകയൊക്കെ ചെയ്തു എങ്കിൽ പോലും വക്ഷസ്ഥലേ ഭടാനാം, ആരുടെ ആയിരുന്നു അതൊക്കെ? ഭടന്മാരുടെ, ഈ യാദവന്മാരുടെ ഭടന്മാരുടെ കവചത്തിനൊക്കെ മുറിവേറ്റു. നെഞ്ചത്ത് വന്ന് അസ്ത്രങ്ങളും കുന്തങ്ങളും ഒക്കെ വന്ന് പതിച്ചു. മേലാസകലം മുറിവൊക്കെ ഏറ്റു എങ്കിൽ പോലും ഹൃദയം പ്രവേഷ്ടും ധൈര്യഹൃദാവകാശ ഭീതി ന ചക്ഷമേ, ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ ആർക്ക് സാധിച്ചില്ല? ഭീതിക്ക് സാധിച്ചില്ല. ഭീതി എന്ന് പറഞ്ഞാൽ പേടി. ആ പേടി, അതാണ് ഹൃദയം പ്രവേഷ്ടും, ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ. ഭീതിയുടെ വിശേഷണമായിട്ടാണ് പറയണത് ധൈര്യഹൃദാവകാശ, ധൈര്യത്താൽ അവകാശം അപഹരിക്കപ്പെട്ട ഭീതി. അതായത് ഭീതിക്ക് അവിടെ സ്ഥാനമില്ല, ധൈര്യത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. ധൈര്യത്താൽ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടതായ, അപഹരിച്ചു പോയതായ ഭീതിക്ക് യാദവന്മാരുടെ ഹൃദയത്തിൽ ലവലേശം സ്ഥാനം ഉണ്ടായിരുന്നില്ല എന്ന് പറയാനാണ് പുറപ്പെടുന്നത്. അതാണ് ധൈര്യഹൃദ അവകാശ ഭീതി ന ചക്ഷമേ, ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ ഭീതിക്ക് സാധിച്ചില്ല. എന്തുകൊണ്ട്? ഹൃദയത്തിൽ ധൈര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരിച്ചു പോവാറായാലും ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റാലും ആ ധൈര്യം അവിടെ നിന്ന് പോയില്ല. ധൈര്യം പോയാലല്ലേ അവിടെ സ്ഥാനമൊഴിയുള്ളൂ. ആ ഒഴിഞ്ഞ സ്ഥലത്തേക്കല്ലേ ഭീതിക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മരണത്തിൽ പോലും അവരുടെ ധൈര്യത്തെ ഇല്ലാതെയാക്കാൻ ശത്രു സൈന്യത്തിന് സാധിച്ചില്ല എന്നാണ് കവി പറയണത്.
യാദവന്മാരുടെ ധൈര്യത്തെ പറ്റിയിട്ടാണ് വിസ്തരിച്ച് പറഞ്ഞത്. കഴിഞ്ഞ ശ്ലോകത്തിലും അവർ മറ്റുള്ളവരെ എങ്ങനെ തോൽപ്പിച്ചു, അല്ലെങ്കിൽ തോൽപ്പിച്ചിട്ടും ആ സാധുവാദങ്ങൾ കേൾക്കാൻ അവർക്ക് വലിയ മടിയായിരുന്നു എന്നുള്ളതൊക്കെയാണ് പറയണത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഉത്സന്നവാഹാനവതീര്യവാഹാത് വിശീർണശസ്ത്രാനപഹായ ശസ്ത്രം പരാൻ വിജിത്യാപി മനസ്വിലോകോ ലജ്ജാം ദധൗ പ്രേക്ഷകസാധുവാദാത് പ്രകാമഭിന്നേപി പരപ്രയുക്തൈർവക്ഷസ്ഥലേ തോമരശക്തിബാണൈ ന ചക്ഷമേ ധൈര്യഹൃദാവകാശ ഭീതിർഭടാനാം ഹൃദയം പ്രവേഷ്ടും. ശ്ലോകത്തിൽ ചില ദിക്കിൽ ചെറിയ തെറ്റുകൾ കാണാനുണ്ട്. ടൈപ്പ് ചെയ്തപ്പോൾ വരുന്ന തെറ്റുകളാണ്. ധൈര്യ ഹതാവകാശ എന്നാണ് കാണുന്നത്, പക്ഷേ വ്യാഖ്യാനത്തിൽ ധൈര്യ ഹൃദാവകാശ എന്നാണ് പറയണത്. ധൈര്യം കൊണ്ട് അപഹരിക്കപ്പെട്ട അവകാശത്തോട് കൂടിയതായ ഭീതി, അതായത് ഭീതിക്ക് സ്ഥാനം ഉണ്ടായിരുന്നില്ല, ധൈര്യത്തിന് മാത്രമേ സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ധൈര്യത്താൽ ഹതമായ അല്ലെങ്കിൽ നിശേഷമായിട്ട് ഇല്ലാതെയാക്കപ്പെട്ട അവകാശത്തോട് കൂടിയത് എന്നും വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു സാധനം ഇരിക്കുമ്പോൾ മറ്റൊരു സ്ഥാനത്തിന് അവിടെ അവകാശമില്ലാത്തതുപോലെയായിരുന്നു ധൈര്യം ഇരിക്കുമ്പോൾ ഭീതിക്ക് വരാൻ പറ്റാത്തത്. അങ്ങനെ വർണ്ണിക്കുമ്പോഴാണ് കുറച്ചുകൂടിയും ഭംഗി എന്നുള്ളത് കൊണ്ടായിരിക്കാം വ്യാഖ്യാതാക്കൾ ആ പാഠം തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ യുദ്ധത്തിൻ്റെ വർണ്ണനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.